അതിനുമുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മളിപ്പോൾ ലക്ഷ്മി എല്ലാം അതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് മധുരക്കിഴങ്ങിൻ്റെ പൊടി മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്നത് ഒരു ഫങ്ഷണൽ മെഡിസിൻ ആയിട്ട് തന്നെയാണ്. പേരക്കായുടെ പൊടി ഒരു ഫങ്ഷണൽ മെഡിസിനാണ്. ആധുനിക ചികിത്സാശാസ്ത്രം ഫങ്ഷണൽ മെഡിസിനിലേക്ക് വരുമെന്ന് എനിക്കറിയാം. ഇന്നല്ലെങ്കിൽ നാളെ അവർ വരും. വരുമ്പോൾ ഇവിടെ പ്രൊഡക്റ്റ് വേണ്ടേ? അതിന് ആ രീതിയിൽ കൃഷി ചെയ്തുണ്ടാക്കണ്ടേ? അതിനാണ് ജൈവ കൃഷിയൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സാഹചര്യം ഒരുക്കുന്നുണ്ട് ഫങ്ഷണൽ മെഡിസിൻ വരാനായിട്ട്. നമ്മൾ പഴയ ഇംഗ്ലീഷ് മെഡിസിനിലേക്ക് പോകേണ്ടതില്ല, പഠിക്കേണ്ട കാര്യമില്ല. കാരണം അവരുപയോഗിച്ചിരിക്കുന്ന സയൻസ് അത് കെമിസ്ട്രിയും ബയോളജിയാണ്. ആയുർവേദം ഉപയോഗിച്ചിരിക്കുന്ന സയൻസ് എന്ന് പറയുന്നത് ബയോളജി അല്ലേ, പ്ലാന്റ്സിൻ്റെ ബയോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മോഡേൺ മെഡിസിൻ ഉപയോഗിച്ചിരിക്കുന്നത് കെമിസ്ട്രിയാണ്. ബയോളജിയോ കെമിസ്ട്രിയോ ബോട്ടണിയോ അല്ല. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ശാസ്ത്രം എന്ന് പറയുന്നത് ഇക്കോളജിയാണ്. ആ ഇക്കോളജി കാര്യമായ രീതിയിൽ പഠിപ്പിച്ചിട്ടില്ല ഒരിടത്തും. ആകെപ്പാട് ഇക്കോളജി പഠിച്ചിട്ടുള്ളത് വിദേശീയർ എഴുതിയ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെയാണ്. അത് ചവറാണ്, ചവറ്. അതാണ് പിള്ളേരെ കൊണ്ട് MSc ഇക്കോളജിയൊക്കെ പഠിപ്പിക്കണേ. റിയൽ ഇക്കോളജി ഉണ്ട്, റിയൽ ഇക്കോളജി. ആ റിയൽ ഇക്കോളജിയുടെ കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇച്ചിരി കഷ്ടപ്പാടുണ്ടായിരുന്നു. ഇതെല്ലാം ഡിഫൈൻ ചെയ്തെടുക്കാൻ ഇച്ചിരി കഷ്ടപ്പാടുണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ അതിനൊരു ബേസ് ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു ഇക്കോളജിയുടെ. ഇതിനെ ബേസ് ചെയ്ത് ഹെൽത്ത് ആൻഡ് ഇക്കോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖ ഇവിടെ ഡെവലപ്പ് ചെയ്യും. അല്ലാതെ പറ്റില്ല. കാരണം എന്താണ്, ഇപ്പോൾ സാറ് തന്നെ പറഞ്ഞില്ലേ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് പെരുകുന്നു. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് പെരുകുന്നു നമ്മൾ 20 വർഷം മുമ്പ് തന്നെ പറഞ്ഞു. 20 വർഷം മുമ്പ് പറഞ്ഞു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വരും, ക്യാൻസർ പെരുകും, ഈ ഭൂമിയിലെ സകല മനുഷ്യരും തൈറോയ്ഡ് പേഷ്യൻ്റ് ആകും, എല്ലാവരും ക്യാൻസറിലേക്കാണ് യാത്ര. എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്ന ഡീജനറേഷനിലാണ് എന്ന് ഇക്കോളജി പറഞ്ഞു തരുമ്പോൾ എല്ലാവരും ക്യാൻസറിലേക്കാണ് പോകണമെന്ന് പറയില്ലേ? എല്ലാവരും ഷുഗർ രോഗത്തിലേക്കാണ്, എല്ലാവരും ക്യാൻസർ രോഗത്തിലേക്കാണ്. ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും എല്ലാവരും ഓട്ടോ ഇമ്മ്യൂണിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ പറയുന്നത് ഇക്കോളജി ശാസ്ത്രപ്രകാരം ഇങ്ങനെയാണ്. ഇക്കോളജി ശാസ്ത്രപ്രകാരം ഈ ജീവിക്ക് ഒരു ആഹാര നിയമമുണ്ട്. ആ അന്നങ്ങൾ 5ഉം കറക്റ്റ് ചെയ്യേണ്ട ബാധ്യത നമ്മളുടേതാണ്. അത് ചെയ്തു നോക്കേണ്ടി വരില്ലേ? ചെയ്തു നോക്കുമ്പോൾ അത് ഭേദമാകുമെങ്കിൽ, രോഗങ്ങൾ ഭേദമാകുമെങ്കിൽ അത് ശരിയല്ലേ? ശരി, സ്വീകരിക്കാതിരിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഇവിടെ നമ്മൾ കടുത്തുരുത്തിയിൽ 10 വർഷം ഈ പെണ്ണിൻ്റെ കാലിലെ വ്രണം പൊറുക്കണില്ല. 10 വർഷം. ഇനി ഇതിൽ കൂടുതൽ ആൻറ്റിബയോട്ടിക് എടുക്കാനില്ല. വ്രണം പൊറുക്കണില്ല. കാരണം എന്താണെന്ന് പിടിയില്ല. എൻ്റെ അടുക്കെ വന്നിരുന്നു, ഏറ്റുമാനൂർ വന്ന് എന്നെ വന്ന് കണ്ടു. അന്ന് ഞാൻ വിറ്റാമിൻ സി, ഗ്രേപ്പ് സീഡ്, വിറ്റാമിൻ ബി കോംപ്ലക്സ് എല്ലാം എഴുതി കൊടുത്ത് അത് ഒരു ഡോസ് മാത്രമേ കഴിച്ചുള്ളൂ. എന്നിട്ടും പൊറുക്കൽ കാണാത്തതുകൊണ്ട് വേദന സഹിക്കാൻ പറ്റായിട്ട് അത് നിർത്തിയിട്ട് വീണ്ടും ആൻറ്റിബയോട്ടിക്കിലേക്ക് പോയി. ആൻറ്റിബയോട്ടിക്കിലും പൊറുക്കണില്ല. അവസാനം അവിടെ കടുത്തുരുത്തിയിൽ ക്ലാസ് തുടങ്ങുന്ന ദിവസം അവിടെ വന്നു ആദ്യത്തെ ക്ലാസ്സാണ്, 2ാമത്തെ ക്ലാസ്സാണ്, ഓടിച്ചു വിട്ടു ഞാൻ. എന്തേ നിർത്തി? ആരുടെ ചോദിച്ചിട്ട് നിർത്തി? നിങ്ങൾ വീണ്ടും എന്തുകൊണ്ട് വന്നില്ല? പോയി ആൻറ്റിബയോട്ടിക് കഴിക്കാൻ പറഞ്ഞു. കാരണം കണ്ട പേടിച്ചു പോകും. അന്ന് സെപ്റ്റിക് ആകാൻ പറ്റത്തിൽ പഴുത്ത് നീര് വെച്ച് പുണ്ണായിട്ടിരിക്കുന്നു. കാല് നിലത്ത് വെക്കാൻ പാടില്ല. ക്ലാസ്സിലിരുന്നത് വേറൊരു കസേര ഇട്ടുണ്ട്, കാല് പൊക്കി വെച്ചിട്ടാണ് ക്ലാസ്സിലിരുന്നത്. അപ്പം അവസാനം ഞാനൊരു കഥ പറഞ്ഞു, കാരണം എനിക്ക് മനസ്സിലായി പഠിപ്പിച്ചിട്ട് കാര്യമില്ല. കാരണം ഇത് തിയറി ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവ കഥ പറഞ്ഞു. വ്രണം പൊറുപ്പിച്ച ഈ കുട്ടിയുടെ കാര്യത്തിലൊന്നും പറഞ്ഞതല്ല, വേറെ വിധത്തിൽ ഒരു മന്ദൻ്റെ വ്രണം പൊറുപ്പിച്ച കഥ ഞാൻ പറഞ്ഞു. നിങ്ങളൊക്കെ പറഞ്ഞു ഏത് വ്രണവും പൊറുപ്പിക്കാം. അതെന്തായിരുന്നു വെച്ചാൽ, എൻ്റെ വീടിന് കുറച്ച് മാറി ഒരു 1-2 കിലോമീറ്റർ മാറിയിട്ട് അയാൾ ചെത്തുകാരനാണ്. തെങ്ങേ കയറി ചെത്തുകാരന് കാലയിൽ മന്ദാണ്, 2 കാലിലും മന്ദുണ്ട്. ഒരു മന്ദം കാലയിൽ വ്രണം വന്നു. ഈ വ്രണം പൊറുക്കില്ല. നീര് നിൽക്കുന്നിടത്ത് വ്രണം വന്നാൽ പിന്നെ പൊറുക്കില്ല. നേരെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാക്കി.
മാസങ്ങളോളം കിടക്കും. ഇത് പൊറുക്കണില്ല. അത് കൾച്ചർ ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു, എല്ലാം ചെയ്തു. എത്ര ആൻറ്റിബയോട്ടിക് എടുത്തിട്ട് ഈ സാധനം പൊറുക്കണില്ല എന്നുള്ളതല്ല പ്രശ്നം. ആ വാർഡ് മുഴുവൻ നാറ്റം കൊണ്ട് മനുഷ്യന് കിടക്കാൻ പറ്റും. ഭയങ്കര ബാഡ് സ്മെല്ല് വന്നിട്ടേ അവിടുത്തെ പേഷ്യൻസ് എല്ലാവരും കൂടി സൂപ്രണ്ടിന് പരാതി കൊണ്ട് കൊടുത്തു, ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ പാടില്ല, നിങ്ങൾ ഒന്നെങ്കിൽ ഇയാളെ ഐസൊലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ വേറെ എവിടെ കിടന്ന് മാറ്റണം എന്നുള്ള പരാതി. അവസാനം സൂപ്രണ്ട് നേരിട്ട് വന്ന് ഇയാളെ ഡിസ്ചാർജ് ചെയ്തു. വീട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയിക്കും, ഇതിനി ചെയ്യാൻ പറ്റില്ല, ഈ തന്നതെല്ലാം നിങ്ങൾ അടുത്തുള്ള PH സെൻറ്ററിൽ നിന്ന് ഡോക്ടറൊക്കെ കണ്ടിട്ട് മരുന്ന് മേടിച്ച് കഴിച്ചു എന്ന് പറഞ്ഞു വിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് അയാളുടെ വീടിൻ്റെ ഇറമ്പിലൊരു ചെറിയ ഒരു ഇതുണ്ട്, ഒരു ഔട്ട് ഹൗസ് പോലെ ഒരു ചെറിയ ഓല കൊണ്ടുള്ള ഒരു സാധനം കണ്ടിട്ട് അതിനകത്ത് ഇരിക്കുക. ഇയാളുടെ മകൻ വീട്ടിൽ വന്നിട്ട് വന്ന് സാറൊന്ന് വീട്ടിൽ വരെ വരണം, അച്ഛനും സുഖമില്ല, സാറൊന്ന് വന്നു. ഞാൻ പറഞ്ഞു ഞാൻ വരാം. ഞാനങ്ങനെ അവിടെ ചെന്നപ്പോൾ ഒരു ഇത് തിരിയെല്ലാം കത്തിച്ച് വെച്ചിരിക്കുകയാണ്, സ്മെല്ല് അറിയാതിരിക്കാനായിട്ട് സ്മെല്ല്. അപ്പോൾ ഇയാൾ കട്ടിലയിൽ ഇരിപ്പുണ്ട്, കാല് രണ്ടും കൊണ്ട് പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു അതൊന്ന് അഴിക്കുക, ഒന്ന് കാണട്ടെ, വ്രണം മാത്രമുണ്ട്, ഒന്ന് കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം എന്താ ചെയ്യേണ്ടത്. ജന്മം ചെയ്താൽ ഇത് അഴിക്കില്ല. ഞാൻ പറഞ്ഞു ഇത് അഴിക്കാതെ. അപ്പോൾ ഭാര്യയും മക്കളും എല്ലാവരും നിർബന്ധിച്ചു, അത് അഴിച്ച് കാണിക്കുക സാറിനെ, കാണിക്കുക. അവസാനം ഒരു രക്ഷയില്ലാതെ പതുക്കെ അഴിച്ചു വന്നപ്പോഴും ഞാൻ ഞെട്ടിപ്പോയി അക്ഷരാർത്ഥത്തിൽ. കാരണം അതെനിക്ക് വ്രണത്തിനകത്ത് നിറച്ച് പുഴുവിരിക്കുക. ഞാൻ ആദ്യമായിട്ട് കാണുക ഈ മനുഷ്യ ശരീരത്തിൽ പുഴുകൾ മിന്നണത് ആദ്യമായിട്ട് കാണുക. ഞാനും സ്തംഭിച്ചു പോയി, അക്ഷരാർത്ഥത്തിൽ ഞാൻ സ്തംഭിച്ചു പോയി. എന്ത് ചെയ്യണമെന്നറിയാൻ മേലത്. ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങി ഒരു തെങ്ങിൽ നിന്ന് ഒരു ഓലക്കണ എടുത്തുകൊണ്ട് വന്നിട്ട്, അവിടെ നമുക്ക് പതറാൻ പറ്റില്ലല്ലോ, പേഷ്യൻസും വീട്ടുകാരുടെയും കോൺഫിഡൻസ് കൊടുക്കേണ്ട ആളല്ലേ, നമുക്ക് പതറാൻ പറ്റുമോ. ഇടയ്ക്ക് ചെന്നൊരു ഓലക്കണ എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ ഈർക്കിൽ കഴിഞ്ഞിട്ട് ആ ഓലക്കണ മടക്കിയിട്ട് ഞാൻ പതുക്കെ ഒരു പേപ്പറിലോട്ട് കാലെടുത്ത് വെപ്പിച്ചിട്ട് പുഴുവിനെ പതുക്കെ തോണ്ടി 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 താഴെ ഇട്ടു. കാണാൻ പറ്റുന്ന അത്രയും പുഴുക്കളെ ഞാൻ തോണ്ടി താഴെ ഇട്ടിട്ട് പറഞ്ഞ് കൊണ്ടക്കളാം, ഇനി ഒരു നിങ്ങളുടെ മരുന്ന് എന്താണെന്ന് വെച്ച് കെട്ടിക്കൊള്ളാൻ പറഞ്ഞു. അപ്പം ഇത് ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക, കണ്ണീരിങ്ങനെ കൊടുകൂടാ വന്നിട്ടിരിക്കണ മനുഷ്യൻ. പൊറുക്കണോ? പറയണത് മുഴുവൻ ചെയ്യാമോ? എന്തും ചെയ്യും. എനിക്കിതൊന്നും പുറത്ത് കിട്ടും. ഇതെനിക്ക് ഒന്നെങ്കിൽ ഞാൻ എനിക്ക് മരിക്കണം, അല്ലെങ്കിൽ ഇത് പുറത്ത് കിട്ടും. ഇതിൽ ഏതെങ്കിലും ഒന്ന്. ഞാൻ പറഞ്ഞു വേവിച്ച ഒരു സാധനം കഴിക്കാമോ? ഇരിക്കാം. എന്തൊക്കെ കഴിക്കാം? ഞാൻ പറഞ്ഞു എന്തും കഴിച്ചോ. ഒരു തേങ്ങ ഇട്ടുണ്ട് വന്ന് തേങ്ങ വെള്ളവും കുടിച്ചോ, തേങ്ങ ചെല്ലി മുഴുവൻ തിന്നു, പഴങ്ങൾ മുഴുവൻ തിന്നു, നിലക്കടല തിന്നു, എല്ലാം തിന്നു, എന്ത് വേണേലും തിന്നു. വേവിച്ച ഒരു സാധനം. ചോറ് വേവിക്കാതില്ലെങ്കിൽ തിന്നോളാം, അരി തിന്നാക്കി തിന്നോ, മഞ്ഞപ്പിത്തം വരും. ഷുഗറൊന്നുമില്ല. ഈ വ്രണം പൊറുക്കുന്നില്ല എന്നുള്ളത്. എന്തും ചെയ്യാൻ വീട്ടുകാരും തയ്യാറായി, പേഷ്യൻറ്റും തയ്യാറായി. രണ്ടാഴ്ച സ്മെല്ല് തീർന്നു. പതുക്കെ ഇത് ഒറ്റ മാസം കൊണ്ട് ഇത് ഹീൽ ചെയ്യാനുള്ള ചുരുങ്ങല് സ്റ്റാർട്ട് ചെയ്തു. ഇതിൻ്റെ ഇടയിൽ ഒരു ദിവസം വീട്ടുകാരുടെ വഴക്കിട്ട് ചോറ് മേടിച്ചു, കൊതി സഹിക്കുന്നില്ല. പിറ്റേ ദിവസം സ്മെല്ല് വന്നു. അപ്പോൾ മനസ്സിലായി, പിറ്റേ ദിവസം സ്മെല്ല് വന്നു. പിന്നെ അയാൾ പൊറുക്കുന്നത് വരെ ഒന്നും ഒരു വേവിച്ച സാധനവും കഴിക്കാതിരുന്നു. കംപ്ലീറ്റ് ആയിട്ട് അത് ഹീൽ ചെയ്തു. ഈ കഥ ഞാൻ പറഞ്ഞു. ഈ കുട്ടിയോട് ഇത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു എത്ര ദിവസം ആൻറ്റിബയോട്ടിക് കഴിച്ചു? 5 ദിവസം. 2 ദിവസം കൂടി ആൻറ്റിബയോട്ടിക് കഴിക്കാൻ പറഞ്ഞു വിട്ടത്. അത് വീട്ടിൽ ചെന്നിട്ട് അടുത്ത ആഴ്ച ഞാൻ ചൊവ്വാഴ്ച ചെല്ലുമ്പോൾ നടന്നു വന്നിട്ട് കാലെടുത്തിന് വെച്ച് കാണിച്ചു. ചുരുങ്ങിയത് 6 ദിവസം ഒരു സാധനം വേവിച്ച കഴിച്ചില്ല. മനസ്സിലായി. പൊറുപ്പിക്കാമെന്ന കോൺഫിഡൻസ് 10 വർഷത്തിനുള്ളിൽ ആദ്യമായിട്ട് ആ കുട്ടിയുടെ ഉള്ളിൽ വരിക. ഇത് പൊറുക്കില്ലെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയല്ല, ഇത് പൊറുക്കും. ഇതിപ്പോൾ എത്രയോ വർഷം മുമ്പാണ് ഞാൻ ഈ മന്ദൻ്റെ കാല് പൊറുപ്പിച്ചത്. ആദ്യമായിട്ടാണ് മറ്റൊരു പേഷ്യൻ്റ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് വ്രണം പൊറുപ്പിക്കാനാണെങ്കിൽ എല്ലാത്തിനും ബാധകല്ലേ.
എല്ലാത്തിനും പാചകമാണ്. പക്ഷെ നമുക്കതിൻ്റെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് ക്വാണ്ടിറ്റി, സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റി ശരീരത്തിന് കൊടുക്കാൻ കഴിയണം. അല്ലെങ്കിൽ നമുക്ക് ചോറിനോട് കൊതി വരും, തിന്നുപോകും. അപ്പം ഇതാണ് നമുക്ക് പ്രശ്നം. ഇതിന് ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞങ്ങൾ അവിടുത്തെ ഇത് ചെയ്തു, ഏകാദശി ഗ്രൂപ്പ് ഉണ്ടാക്കി. ഏകാദശി ദിവസം വേവിച്ചൊന്നും കഴിക്കരുത്. ഇപ്പം എത്രയായി? 8-10 6-7 മാസത്തിൽ 2 ഏകാദശിയുണ്ട്. അന്നത്തെ ദിവസം വേവിക്കാത്ത മാത്രം കഴിച്ചിരിക്കുക. ഏകാദശി വരണതിന് 2 ദിവസം മുമ്പ് തന്നെ ഏകാദശി ദിവസം കഴിക്കാനുള്ളതെല്ലാം മേടിച്ച് സ്വരുക്കൂട്ടിക്കണം. ഇല്ലെങ്കിൽ കയ്യിലില്ലെങ്കിൽ പോയി ചിലപ്പോൾ അടുക്കള വേവിച്ചിരിക്കണതേ എടുത്ത് കഴിച്ചു പോകും. അങ്ങനെ ശീലിച്ചു തുടങ്ങണം. മാസത്തിൽ 1 ദിവസമെങ്കിലും. എന്തുകൊണ്ട് നമുക്ക് മാസത്തിൽ 1 ദിവസം തുടങ്ങിക്കൂടാ? തുടങ്ങണം. പക്ഷേ ക്ഷീണം വരരുത്. കാർബോഹൈഡ്രേറ്റ് ആവശ്യത്തിന് മേടിച്ച് വെച്ചോണം. ഒന്നുമില്ലെങ്കിൽ മധുരക്കിഴങ്ങ് അരിഞ്ഞുണക്കി പൊടിച്ചത് ഉണ്ടാക്കി വെച്ചോണം. ഏത്തക്ക അരിഞ്ഞുണക്കി പൊടിച്ച് വെച്ചിരിക്കണം. കരിമ്പിച്ച് തേങ്ങ ചെണ്ടി കഴിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ജ്യൂസിനകത്ത് അടിച്ച് കഴിക്കാം. ഉണ്ട്, മാർക്കറ്റിൽ പ്രൊഡക്റ്റ് ഉണ്ട്. ലക്ഷ്മി ഇരിക്കണ കണ്ടില്ലേ? ലക്ഷ്മിക്ക് ചോദിച്ചാൽ മതി, എല്ലാ പ്രൊഡക്റ്റും തരും. പച്ചക്ക് ഒരുപാട് കഴിക്കാൻ നമുക്ക് പച്ച കഴിക്കണതാണ് നല്ലത്. വേണമെന്നുണ്ടെങ്കിൽ ഒരു മിക്സിയിൽ അടിച്ച് കുറുക്ക് പോലെ എടുത്തിട്ടോ എങ്ങനെ വേണം കഴിക്കുന്നതാണ്. പച്ചക്ക് കഴിക്കണതാണ് നല്ലത്. വേവിക്കാതെ കഴിക്കണം. ഇത്രയേ ഉള്ളൂ കണ്ടീഷൻ. അത് പ്രകൃതിയുടെ കണ്ടീഷനാണ്, എൻ്റെ കണ്ടീഷനല്ല. ഒരു കാലഘട്ടത്തിൽ അവർ ചൂഷണം ചെയ്തു, അത് ശരിയായിരിക്കാം. പക്ഷേ എല്ലാ കാലത്തും അത് വിലപ്പോവില്ല എന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവരും ചെയ്ത് ഇതിലേക്ക്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ അത് എല്ലാം എഴുതിത്തന്നിലുണ്ട്. സാധാരണ കടലാസ് കിട്ടിയോ? അതെ. ഇറച്ചി, മുട്ട, എണ്ണയിൽ വറുത്തവ, ബേക്കറി, ഉപ്പിലിട്ടത്, അച്ചാർ, ഗ്രീൻ പീസ്, സോയ. എന്തുകൊണ്ടാണ് ഗ്രീൻ പീസും സോയായി? ഹൈ പ്രോട്ടീനാണ്. അത്രയും പ്രോട്ടീൻ ആവശ്യമില്ല മനുഷ്യ ശരീരത്തിന്. ഹൈ പ്രോട്ടീനാണ് ഗ്രീൻ പീസ്, സോയ. ഇഡ്ഡലി, ദോശ. എന്തുകൊണ്ട് ഇഡ്ഡലി, ദോശ? പുളിപ്പിക്കരുതെന്നേ ഉള്ളൂ. ഈസ്റ്റ്, മൈദ, റവ, ഇങ്ങനെ കുറേ സാധനങ്ങൾ ഒഴിവാക്കണം. ഒട്ടും കഴിക്കാൻ പാടില്ലാത്തത് എഴുതി കൊടുത്തോണം. ഷെൽ ഫിഷുകൾ, ചെമ്മീൻ, കൊഞ്ച്, ഞണ്ട്, കക്കാറച്ചി, അത് ഒട്ടും കഴിക്കരുതെന്ന് പറഞ്ഞേക്കണം. കഴിക്കും. പിന്നെ ഷുഗർ രോഗികൾക്ക് കഴിക്കാൻ പറ്റുന്ന പഴങ്ങൾ, വാഴപ്പഴം, കഴിക്കാൻ പറ്റുന്ന പഴങ്ങൾ, അതിൽ വാഴപ്പഴം ഒഴിച്ചുള്ളതാണ് പറയണത്. വാഴപ്പഴം, ചക്കപ്പഴം, മാമ്പഴം, സപ്പോട്ട, ഇതൊഴിച്ചുള്ള എല്ലാ പഴങ്ങളും കുറേശ്ശെ കഴിക്കാം. പേടിക്കണ്ട, എല്ലാ പഴങ്ങളും കുറേശ്ശെ കഴിക്കാം. പേടിയില്ലെങ്കിൽ എല്ലാം കഴിക്കാം. ഷുഗർ പേഷ്യൻസിന് പേടിയില്ല. ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല സാറേ, കഴിച്ചോ. വാഴപ്പഴം കഴിച്ചോ, ഒരു കുഴപ്പവും വരില്ല. വാഴപ്പഴം കഴിച്ചാൽ പെട്ടെന്ന് ഷുഗർ കൂടും, അത് അപ്പം തീർന്നോളും, ആ ദിവസം തന്നെ തീർന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ രീതി. ഇതാണ്. അതായത് pH ബാലൻസിങ്, കുടിവെള്ളം, ഭക്ഷണം, മരുന്നുകൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മരുന്നുകൾ കൊടുക്കാം. അതുകൂടാതെ എക്സർസൈസ്, ഒഴിവാക്കേണ്ട സാധനങ്ങളെല്ലാം എഴുതുക. പിന്നെന്താണ്? പ്രതിരോധം തീർക്കണം. പ്രതിരോധത്തിനുള്ള സാധനങ്ങൾ കൊടുക്കണം. അത് എല്ലാ രോഗത്തിനും കൊടുക്കണം. അതാണ് പ്രതിരോധത്തിൽ വിറ്റാമിൻ സി പൗഡർ. ഇതേ വിറ്റാമിൻ സി വെയിനിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇഞ്ചക്ഷനിലെ ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അത് അറിയാവുന്നവർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മളെന്താ, ഇന്നലെ വന്നിരുന്ന ഒരു പേഷ്യൻ്റ്, സർ വെയിലെടുക്കുന്നുണ്ട്, വിറ്റാമിൻ സി എടുക്കുന്നുണ്ട്, പിന്നെ ഏതോ ബി എടുക്കുന്നുണ്ട്, ഒരുപാട് സാധനങ്ങൾ വെയിലിൽ എടുത്തോണ്ടിരിക്കുന്നു. ഒരു പേഷ്യൻ്റാണ് ഇന്നലെ. പ്രത്യേക സ്പെഷ്യൽ തെറ്റാണ്. അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലൂടെ തന്നെ ചെല്ലുന്നതാണ് സൊല്യൂഷൻ. വെയിലിലേക്ക് കൊടുത്താൽ അത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലൂടെ, ഭക്ഷണത്തിലൂടെ ഒരിക്കലും അതിന് സ്വീകരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കൊണ്ടെത്തിക്കും. ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിൽ ഒരു പേഷ്യന്റിനെ രക്ഷിക്കണം, വെയിൽ കൊടുത്തോ. അല്ലാതെ നിരന്തരം വെയിലിലൂടെ വിറ്റാമിൻ സി കൊടുക്കുന്നത് തെറ്റല്ലേ? തെറ്റാണ്.
വിറ്റാമിൻ സി എന്ന് പറയുന്നത് ഒരു ആമാശയത്തിൽ ചെന്ന് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലൂടെ ദഹിച്ച് ആ പ്രോസസ്സിലൂടെ ചെല്ലണ്ടേ, അതല്ലേ ശരീരത്തിൻ്റെ ശരി. അതോ അതിൻ്റെ ഫൈനലായിട്ട് വെയിനിൽ കൊടുക്കാൻ നമ്മൾ സൂചി കണ്ടുപിടിച്ചു, സിറിഞ്ച് കണ്ടുപിടിച്ചു, അതുകൊണ്ട് അത് കൊടുക്കണമാണോ ശരി? ഒരു രക്ഷയില്ലെങ്കിൽ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഇത് ചെയ്യാം. പിടികിട്ടിയല്ലോ. വിറ്റാമിൻ സി പൗഡർ, ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്റ്റ്, മുന്തിരിക്കുരുവിൻ്റെ എസൻസ് ആണ്. ഇത് പണ്ട് ആയുർവേദത്തിൽ ചെയ്തിരുന്നു. മുന്തിരിക്കുരുവിൻ്റെ ദ്രാക്ഷാരിഷ്ടം കൊടുത്തിരുന്നു. മുന്തിരിക്കുരുവിൻ്റെ എസൻസ് എടുത്താണ്, എന്തോ ഒരു എസൻസ് എടുത്താണ് എക്സ്ട്രാക്റ്റ് വീണ്ടെടുത്തിട്ട് അത് ക്യാപ്സ്യൂളാക്കി കിട്ടും. അല്ലല്ല, ഇത് സപ്ലിമെൻ്റ് ആണ്, ഫുഡ് സപ്ലിമെൻ്റ്. അതായത് ഫുഡ് സപ്ലിമെൻ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഭക്ഷണത്തിലൂടെ കിട്ടാത്തത് നമ്മൾ വിറ്റാമിൻ ബി ഒരു ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് എല്ലാവർക്കും കഴിക്കും, എല്ലാവർക്കും കഴിക്കും, രോഗമില്ലാത്തവർക്കും കഴിക്കാം. കിട്ടത്തില്ല. ഇവിടെ സാറിനൊക്കെ കിട്ടും, മുഴുവൻ ഇവിടെ കിട്ടും, ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ വരും. ഇപ്പൊ ഇത് കോമൺ ആയതുകൊണ്ട് എല്ലാരും വാങ്ങിക്കൊണ്ടാകും. ഒമേഗ 3 പറയുന്നുണ്ടല്ലോ. ഫ്ലാക്സ് സീഡ്, മത്സ്യത്തിനല്ല പ്രിഫറൻസ് കൊടുക്കണം, ഫ്ലാക്സ് സീഡിന്. തേൻ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് എനിക്കറിയില്ല. തേനൊരു ഫുഡായിട്ട് എടുക്കാം. ഇത് ഒരു ആൻറ്റി ഓക്സിഡൻസ് ആണ്. ആൻറ്റി ഓക്സിഡൻസ് അതായത് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്ന ഘടകം, ഓക്സിജൻ തന്മാത്രകൾ ശരീരത്തിന് ദോഷകരമായത് ബ്ലഡിൽ അക്യൂമുലേറ്റ് ചെയ്യുന്നതിന് നിർവീര്യമാക്കണം. ആൻറ്റി ഓക്സിഡൻസ് വേണം. ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റ് അതില്ലാത്ത രോഗം മാറില്ല. നമ്മൾ തേനിനകത്ത് എന്താണ് ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി പ്രോപ്പർട്ടി കാണും. ആൻറ്റി ഓക്സിഡന്റ് തേയില നല്ലത് ആൻറ്റി ഓക്സിഡന്റ് ആണ്. ഈ ഭൂമിയിലെ സകല ഫ്രൂട്ട്സും ആൻറ്റി ഓക്സിഡൻസ് ആണ്. അതുകൊണ്ടാണ് ഈ വേവിക്കാത്ത മാത്രം കഴിക്കുമ്പോൾ ഈ രോഗം ഭേദാകണേ. അപ്പൊ അതിന് ഇതെന്താ വേണ്ടത്? ഒരു തെറാപ്യൂട്ടിക്കൽ ഡോസിൽ കൊടുക്കേണ്ടി വരുന്നതുകൊണ്ടാണ്. അതിൽ ഇപ്പൊ സാറ് പറഞ്ഞു, ഞാൻ ഇവരുടെ അമേരിക്കയിലെ ആംബയുടെ പിന്നെ ബയോസി, വിറ്റാമിൻ സിക്ക് പകരം ബയോസി ഉണ്ട്, അവർക്ക് കൊടുത്തു നോക്കി, റിസൾട്ട് കിട്ടണില്ല. ഇത് കെമിക്കൽ സിന്തറ്റിക് ആയിട്ട് പോലും കൊടുക്കേണ്ടി വരുന്നത്. റിസൾട്ട് കിട്ടണ്ടേ നമുക്ക്? രോഗിക്ക് ആശ്വാസം കിട്ടണ്ടേ? അത് കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ കൊച്ചു കുട്ടികൾ നിരന്തരം ജലദോഷം പനി, സ്കൂളിൽ തികത്ത് പോകാൻ പറ്റില്ല. ഈ കുട്ടികളെ കൊണ്ടുവന്നാൽ നമ്മൾ ബയോസിയും കൊടുത്തോണ്ടിരുന്നാൽ നടക്കില്ല. അപ്പൊ എന്താ ചെയ്യും? ഓറഞ്ച് ജ്യൂസിനകത്ത് ഒരു നുള്ളു വിറ്റാമിൻ സി പൗഡർ ഇട്ട് കൊടുക്കാൻ പറയും. വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതെടുക്കണേ. മനസ്സിലല്ലേ? ഒരു നെല്ലിക്ക പോരാണ്ട്. അതേസമയം രോഗമില്ലാത്ത അവസ്ഥയിൽ നിത്യജീവിതത്തിന്റെ ഭാഗമായി നെല്ലിക്ക, പേരക്ക, നാരങ്ങ ഇതിലേതെങ്കിലും ഒന്ന് നിരന്തരം എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നാൽ ഈ വിറ്റാമിൻ സി പൗഡറിന്റെ ആവശ്യം വരില്ല. പക്ഷെ നമ്മുടെ നിത്യഭക്ഷണത്തിൽ ഇത് വരുന്നുണ്ടോ? ഇതാ പ്രശ്നം. അതുകൊണ്ടാണ് ഒരു സിന്തറ്റിക്കിന് നമ്മൾക്ക് ആശ്രയിക്കേണ്ടി വരിക. അല്ലാതെ ഇതല്ല. ഒന്നാമത്തെ കാര്യം എന്താ? നമ്മളുടെ മുന്നിലെത്തുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ ആ പേഷ്യൻറ്റിന് ആശ്വാസം കൊടുക്കുക എന്നുള്ളതായിരിക്കണം പ്രധാനം. നമ്മളുടെ ഒരു ചികിത്സ ഒരു സംവിധാനത്തെ മുറുകെ പിടിക്കരുത്. നമുക്ക് എന്താ വേണ്ടേ? നമ്മൾ പറയുന്ന തിയറി തെളിയിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുത്തണോ പേഷ്യൻറ്റിനെ, അതോ പേഷ്യൻറ്റിന് ആശ്വാസം കൊടുക്കാൻ പറ്റണോ? ദോഷമില്ലാത്ത ആശ്വാസം കൊടുക്കും. വിറ്റാമിനുകളല്ലേ. ഇപ്പം ഞാൻ ജൈവ കൃഷിയാണ് പഠിപ്പിക്കുന്നത്, രാസവളം ഇട്ടെന്ന് വിചാരിച്ച് അതിനകത്ത് കാര്യമായ ദോഷമൊന്നും ഇതിനകത്ത് വരില്ല. കാരണം ആ ബയോളജിക്കൽ ഓർഗാനിസത്തിലേക്ക് അത് കയറും. പക്ഷേ അത് അതിൻ്റെതായ അസിഡിറ്റി ക്രിയേറ്റ് ചെയ്യും. കെമിക്കൽ മെഡിസിൻ ഉണ്ടാക്കുന്നത് അത് അസിഡിറ്റിയാണ് കൂടുതൽ. ദോഷം അതാണ്.
അതുകൊണ്ടാണ് എന്താ പറയണ, അത്യാവശ്യത്തിന് നിങ്ങൾ ഇംഗ്ലീഷ് മെഡിസിൻ എടുത്തോളൂ, പേടിക്കേണ്ട കാര്യമില്ല. ആൻറ്റിബയോട്ടിക് വേണമെങ്കിൽ എടുത്തോളൂ. അത് എന്താ എന്താ അത് അടുത്തത് ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ട് ഞാൻ ആൻറ്റിബയോട്ടിക് എടുത്തോളാൻ പറയണത്? ആൻറ്റിബയോ ആയിട്ടുള്ള സാധനം എടുത്തോ. കാരണം പ്രകൃതി അല്ലല്ലോ അത്, പ്രകൃതിക്ക് ഘടകവിരുദ്ധമായ ഒരു സാധനമാണ്. അപ്പം നമുക്ക് എന്തുകൊണ്ട് പറയുന്നത്, ഇത് 3 ചേർന്നത് ആർക്കും കൊടുക്കാം. വിറ്റാമിൻ സി പൗഡർ, ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട്, വിറ്റാമിൻ B+C, ബിയും സിയും കൂടി ചേർന്ന ഒരു ഗുളിക. റോയൽ ജെല്ലി ഞാനിപ്പോൾ കൊടുക്കുന്നുണ്ട്, റോയൽ ജെല്ലി കൊടുക്കുന്നുണ്ട്. കിഡ്നി പേഷ്യൻസിന്, ക്യാൻസർ പേഷ്യൻസിന്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് എല്ലാത്തിനും റോയൽ ജെല്ലി കൊടുക്കുന്നുണ്ട്. തേനല്ല പ്രധാനം, റോയൽ ജെല്ലിയാണ്. റോയൽ ജെല്ലി തേനീച്ച കൃഷിയിൽ ടോപ്പ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് റോയൽ ജെല്ലിയാണ്. നമ്മൾ തേനിൽ നിൽക്കുക, റോയൽ ജെല്ലിയിലേക്ക് പോയാൽ പ്രയോജനമുണ്ട്. റോയൽ ജെല്ലി കൊടുക്കാനില്ല ഇപ്പോൾ. അത് ആസ്ട്രേലിയയിൽ നിന്നോ ന്യൂസിലൻഡിൽ നിന്നോ നമ്മൾ വരുത്തണം. സാധനം വരുത്തി ആളുകൾക്ക് റോയൽ ജെല്ലി കൊടുക്കാൻ കഴിയും. റോയൽ ജെല്ലി വർക്ക് ചെയ്ത് കാണുന്നു. അതെടുക്കും നമ്മൾ. ഒരു തേന് ഇതാണെന്നും പറഞ്ഞിട്ട് തേൻ തന്നെ ഞാൻ മലനാട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി കാഞ്ഞിരപ്പള്ളി വയനാട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയിൽ ഒരു പ്രാവശ്യം ഞാനവിടെ ചെല്ലുമ്പോൾ 16 ഇനം തേനിരിപ്പുണ്ട്. 16 ഇനം തേന്. ആ തേന് അതായത് ഇന്ത്യയിലെ നമ്പർ 1 ആയിരുന്നു MDS, മലനാട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി. തേനിൻ്റെ കാര്യത്തിൽ, പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ നമ്പർ 1 ആണ്. ഓരോ തേനും എനിക്ക് എടുത്ത് വെച്ചത് ഇത് കഴിക്കാൻ പറഞ്ഞു. ഓരോന്നും ടേസ്റ്റ് വ്യത്യാസമാണ്. ഏലത്തിൻ്റെ തേനെടുത്ത് വന്നു. ഏലത്തിൻ്റെ സ്മെല്ല് ഡിഫറൻ്റ് ആയിട്ടുള്ള തേനാണ്. ഈ തേനുകൾ മുഴുവൻ പ്രിസർവ് ചെയ്യണം എങ്ങനെയാണെന്ന് അറിയാം. തേൻ മുഴുവൻ 60 ഡിഗ്രി ചൂടാക്കിയിട്ടുണ്ട്. പോയിസണാണ്. തേൻ ചൂടായിട്ടുണ്ട്, പോയിസണാണ്. അങ്ങനെയാണ് ഇത് പ്രിസർവ് ചെയ്യുന്നത്. അപ്പം പിന്നെ തേനിനെ നമ്മൾ എങ്ങനെ അതുകൊണ്ടാണ് ഞാനിത് പോയി കണ്ട് ഇതെങ്ങനെയാണ് പ്രിസർവ് ചെയ്യണമെന്ന് ചോദിച്ചു. അവർക്കറിയാം ചൂടാക്കിയാൽ ഇത് തേനല്ല, ചൂടാക്കിയ തേനല്ല, അത് വേറെ സാധനം. കളയാൻ പറ്റും, കുഴപ്പമില്ല. പക്ഷെ ലാർജ് ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ ഇത് പറ്റില്ല. ലാർജ് ക്വാണ്ടിറ്റി വരുമ്പോഴേ കറക്റ്റ്. അപ്പൊ ഇത് മനസ്സിലായില്ല. ഇത് 3 എല്ലാവർക്കും കഴിക്കാവുന്ന സാധനമാണ്. ഷുഗർ പേഷ്യൻസിനും കൊടുക്കാം. പക്ഷെ നമ്മൾ ഷുഗർ പേഷ്യൻ്റെ കത്തിൽ അതിനകത്ത് എഴുതിയിട്ടില്ല, ആ നോട്ടീസിൽ എഴുതിയിട്ടില്ല. അപ്പൊ അഡീഷണലായിട്ട് നിങ്ങൾക്ക് ഒരാൾ പറയുന്നത് എൻ്റെ ഷുഗർ രോഗം വേഗം തീർക്കണം എന്ന് പറഞ്ഞാൽ അതും കൂടി എഴുതി കൊടുത്തു. ആ നോട്ടീസിന്റെ കൂട്ടത്തിൽ വിറ്റാമിൻ സി പൗഡറും ഗ്രേപ്പ് സീഡും വിറ്റാമിൻ ബിയും കൂടി എഴുതി കൊടുത്താൽ അതായി. ഇനി എന്തുകൊണ്ട് അവരവരുടെ രോഗങ്ങൾക്ക് അവരവർ കഴിച്ചു തേന് കൊള്ളുകയില്ല? ഇല്ല, റബ്ബർ തോട്ടത്തിൽ എടുക്കുന്ന തേന് പൂവിൽ നിന്നും എടുക്കുന്ന തേനല്ല, അതിന്റെ ഇളം തളിരിലയുടെ തണ്ടിൽ നിന്നും എടുക്കുന്ന തേനാണ്. പൂവിന്റെ തേനയല്ല, പൂവല്ല. അത് തേൻ മധുരം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ, അത് തേനയല്ല. കാട്ടുതേൻ പൂക്കളിൽ നിന്ന് എടുക്കുന്നത്. അത് ചെറുതേൻ നല്ലതായിരിക്കും. അപ്പോൾ അതെടുക്കുക. എന്തുകൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നു? ആൻറ്റിബയോട്ടിക് നിങ്ങൾ എടുത്തോളൂ എന്ന് പറയാൻ കാരണം, നമുക്ക് നമ്മുടെ ശരീരത്തെ കൊണ്ട് നടക്കുന്നത് സൂക്ഷ്മ ശരീരമാണ്. നമ്മുടെ ഭൗതിക ശരീരത്തെ സൃഷ്ടിക്കുന്നതും വളർത്തുന്നതും വലുതാക്കുന്നതും റിപ്പയർ ചെയ്യുന്നതും എഴുന്നേൽപ്പിച്ച് നടത്തുന്നതും എല്ലാം ആരാണ്? നമ്മുടെ ശരീരത്തിലുള്ള സൂക്ഷ്മ ശരീരമാണ്. ഈ സൂക്ഷ്മ ശരീരത്തിൻ്റെ വർധനം എക്സർസൈസ് തന്നിട്ടുണ്ട്. വർധനം എന്ന് പറയുന്ന ശങ്കുലി തരുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ശങ്കുലി കണ്ടുപിടിച്ചത്. ശങ്കുലി കണ്ടുപിടിക്കാനുള്ള കാരണം
ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു മരുന്ന് നിർത്താൻ പറയാനുള്ള അവകാശം നമുക്കില്ല. മരുന്ന് നിർത്തിയാലുണ്ടാകുന്ന കോംപ്ലിക്കേഷന് ഉത്തരവാദി ആരായിരിക്കും? നമ്മളായിരിക്കും. ഇതിനെ എങ്ങനെ മറികടക്കാമെന്നാണ് ഞാൻ നോക്കിയത്. ഇതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. നമ്മുടെ സൂക്ഷ്മ ശരീരത്തിനെ കരുത്താർജിപ്പിച്ചാൽ സകല രോഗങ്ങളും സകല ദോഷങ്ങളും, നമ്മൾ ചെയ്യുന്ന ദോഷങ്ങൾ മുഴുവൻ അത് പരിഹരിച്ചു കൊണ്ടിരിക്കും. അത് അങ്ങനെയൊന്നുമില്ല. ഞാൻ വെറുതെ ഒരു 33-ന് എന്തോ ഒരു രഹസ്യമുണ്ട്. മനസ്സിലായില്ലേ? അതായത് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ 33-ന്റെ ആപ്ലിക്കേഷൻ കണ്ടിട്ടുണ്ട്. 11-ന് ഇസ്ലാം മതത്തിൽ ഒരു 33 33 നീളം. വരമ്പെടുക്കുമ്പോഴേ, കൃഷിക്കുള്ള വരമ്പെടുക്കുമ്പോൾ 33 അടി ആ നീളത്തിലേ പിടിക്കൂ. ഇത് ഇസ്ലാം മതത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സാധനം. 33 നമുക്ക് ഇക്കോളജിക്കലി 33 പ്രസക്തിയുണ്ട്. കാരണം 11 ഗുണം 3 33 33 വയസ്സെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ മരണവും ജനനവും തുല്യമാണ് 33-ല്. 34-ാമത്തെ വയസ്സിലേക്ക് നമ്മൾ കയറിക്കഴിഞ്ഞാൽ നമ്മുടെ സെല്ലുകളുടെ മരണം കൂടുതലും സെല്ലുകൾ ഉണ്ടാകുന്നത് കുറവും. അവിടുന്ന് നമ്മൾ ഡെത്ത് തുടങ്ങുകയാണ്. 33-ൽ നിന്നും ഡെത്ത്, കോശങ്ങളിൽ ഡെത്ത് തുടങ്ങുകയാണ്. അതുണ്ട് കോളേജിൽ, അതുണ്ട് 33-ല്. അപ്പം നമ്മൾ എന്തും നമ്മുടെ ഇപ്പം ആയുസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ 33 വയസ്സ് കഴിഞ്ഞിട്ട് കിടന്ന് പയറ്റിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കൊച്ചിലെ മുതല് ഒരു 11 വയസ്സ് മുതലെങ്കിലും തുടങ്ങിയാലാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടുക. എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യാണ്ടിരിക്കണോ? നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഓട്ടോ ഇമ്മ്യൂൺ കൂടി നമുക്ക് കവർ ചെയ്യാം. ആശുപത്രി ചെന്നാൽ ചികിത്സിച്ച് ഭേദമാകാതെ വരുമ്പോൾ അത് ക്ലാസിഫൈ ചെയ്യുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. നേരത്തെ പറഞ്ഞിട്ടിരുന്നത് അതല്ല, ഇത് ജനറ്റിക് ആണെന്ന് പറഞ്ഞതിന് രക്ഷപ്പെടുക. ഇത് ജനിതക തകരാറ് കൊണ്ട് വരുന്നതാണ്. ഞങ്ങൾ ഇതിന് ഉത്തരവാദിയല്ല, ഞങ്ങൾക്കൊന്നും പറ്റില്ല എന്നാണ് പറഞ്ഞു വിട്ടേണ്ടിരുന്നത്. ഇപ്പോഴത്തെ ഒരു പുതിയ കണ്ടുപിടുത്തം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. എന്ന് പറഞ്ഞാൽ അനങ്ങാൻ മേല വരും. ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു ജോലിക്കും പോകാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, വാഹനത്തെ യാത്ര ചെയ്യാൻ പറ്റില്ല, ഒന്നും പറ്റാതെ ഇരുന്ന് പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. ഇങ്ങനെ ഒരു ഡിസീസാണ് വരണമെന്നിരിക്കട്ടെ. നമ്മുടെ മുന്നിൽ വരുന്നത് ഇത്തരത്തിലൊരു ഡിസീസാണ്. നമുക്കും അറിയില്ല ഇതെന്നാണെന്നില്ലെങ്കിൽ, നമുക്കും അറിയില്ല ഇതെന്ത് രോഗമാണ്. കാരണം എന്താ? നമ്മൾ രോഗത്തെ പറ്റി ചിന്തിക്കണേയില്ല. ഇതെന്ത് രോഗമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ചിന്തിക്കണത് എന്താ? ആരോഗ്യം. അപ്പൊ ആരോഗ്യം വീണ്ടെടുക്കാൻ എന്താ ചെയ്യേണ്ടത്? അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അതിലിപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ വന്നു. ഓട്ടോ ഇമ്മ്യൂൺ എന്താണെന്ന് നമുക്കറിയില്ല, അറിയേണ്ട കാര്യമില്ല. നമ്മളെ സംബന്ധിച്ച് അറിയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇത് ഓട്ടോ ഇമ്മ്യൂണാണ്, മറ്റതാണ് മറിച്ചതാണ് എന്ന് പറഞ്ഞിരിക്കും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം എന്ത് ചെയ്യും? pH കറക്റ്റ് ചെയ്യും. ഏത് രോഗമാണെങ്കിലും നമ്മൾ ആദ്യം ചെയ്യണം എന്താ? pH കറക്റ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ pH ഈസ് ദി റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ദി ബോഡി. അതുകൊണ്ട് ആദ്യം നമ്മൾ ഇടപെടേണ്ടത് pH കറക്റ്റ് ചെയ്യും. കൃഷി ചെയ്യാൻ അങ്ങോട്ട് ചെന്നാൽ ആദ്യം എന്താ ചെയ്യുക? മണ്ണിന്റെ pH കറക്റ്റ് ചെയ്യും. മീൻ കൃഷി ചെയ്യാനായിട്ട് ചെന്നാൽ എന്താ ചെയ്യുക? വെള്ളത്തിന്റെ pH കറക്റ്റ് ചെയ്യും. ഇതാണ് നമ്മൾ ചെയ്യണേ. അപ്പൊ ശരീരത്തിന്റെ pH കറക്റ്റ് ചെയ്യണം. ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്ന ഒരു സ്ഥായി ഡിസീസാണ്. അപ്പൊ ഏതിന്റെ pH കൂടി കറക്റ്റ് ചെയ്യണം? രക്തത്തിന്റെ pH കറക്റ്റ് ചെയ്യാനാണ് കുക്കുംബർ. മജ്ജയുടെ pH കൂടി കറക്റ്റ് ചെയ്യണം. അപ്പൊ ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും പോയി അവക്കാഡോ കൊണ്ടുവരാൻ പറഞ്ഞോണം. കാരണം ഇത് മജ്ജയിൽ ഇടപെടാതെ ഇത് സുഖപ്പെടില്ല. അപ്പൊ മജ്ജയിൽ ഇടപെടണം. അപ്പോൾ ഒരു ഇത് എടുത്തു, അവക്കാഡോ. അപ്പൊ ഈ അവക്കാഡോയും കുക്കുംബറും എത്ര അളവ് കൊടുക്കണമെന്നറിയാലോ? കുക്കുംബർ ഫ്രഷ് ജ്യൂസ്
രാവിലെ വെറും വയറ്റിൽ 1 ഗ്ലാസ്, അതേപോലെ തന്നെ വൈകുന്നേരം 6 മണിക്ക്, പിന്നെ രാത്രി ഭക്ഷണശേഷം 1-1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരെണ്ണം കടിച്ചും തിന്നുക. ഇതെന്തിനാണ് ഈ കടിച്ചു തിന്നാൻ പറയുന്നത്? അതായത് മലബന്ധം മാറാൻ കൂടി അത് സഹായിക്കും. മലബന്ധം കുറച്ചൊക്കെ മാറി നന്നായിട്ട് മാലിന്യം പോകാനായിട്ട് സഹായിക്കുന്നതുകൊണ്ടാണ് ഇത് ചെയ്യുക. അപ്പം നമുക്ക് അത് കൊടുത്തു, അവക്കാഡോയും കൊടുത്തു. അവക്കാഡോ നമ്മുടെ ബ്രെയിനിലും മജ്ജയിലും pH കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. കാരണം അവക്കാഡോ വാട്ടർ സോളുബിൾ ഫാറ്റാണ്. ഫാറ്റ് മാത്രമേ മജ്ജയിലും ബ്രെയിനിലും എത്തൂ. അത് വെള്ളത്തിൽ ലയിക്കാത്ത ഒരു ഫാറ്റിന് അവിടെ എത്താനും പറ്റില്ല. അപ്പം അത് മനസ്സിലാക്കിയിട്ട് അത് കൊടുത്തു. അതിൻ്റെ pH ന്യൂട്രലുമാണ്. അവക്കാഡോയുടെ pH ന്യൂട്രലാണ്, 7 തന്നെ നിൽക്കുന്ന ഒന്നാണ്. അപ്പം അത് നമ്മൾ കൊടുത്ത് pH കറക്റ്റ് ചെയ്തു. അടുത്തത് ഏതാ വേണ്ടത്? അടുത്തത് വെള്ളങ്ങളും ഫുഡും ഏതെല്ലാം വരണേ. അതിനു മുമ്പ് ഇതേമാതിരി വരുന്ന രോഗങ്ങൾക്ക് നമ്മൾ ചെയ്യേണ്ടത് മാലിന്യ നിർമ്മാർജ്ജനം എല്ലാ വഴിയും നോക്കിക്കോ. എഴുതിയിട്ടോ, മാലിന്യ നിർമ്മാർജ്ജനം. അതായത് ശരീരത്തിന്റെ മാലിന്യം കളയുക. മാലിന്യ നിർമ്മാർജ്ജനം കളയണം. അപ്പം മലബന്ധം മാറ്റാനുള്ള നടപടി നമ്മൾ എടുത്തിരിക്കണം. എങ്ങനെയാണ് മലബന്ധം മാറ്റേണ്ടത്? ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന്റെ മലബന്ധം മാറ്റേണ്ടത് എങ്ങനെയാണ്? ഇപ്പം നമുക്ക് വേറെ ഉള്ളതിനൊക്കെ മരുന്നുകളുണ്ട്. മരുന്ന് കൊടുക്കരുത്. മരുന്ന് കൊടുക്കാതെ തന്നെ വയറ്റിൽ നിന്ന് പോകാനുള്ള നടപടി. പേരക്ക, പേരക്കായും മുരിങ്ങക്കായ ചമ്മന്തിയും കൂടി കൊടുക്കുക. ആവശ്യത്തിന് കഴിച്ച് വയറ്റിൽ നിന്ന് പോകണം. അപ്പോൾ അവർ ചിലപ്പോൾ പറയും വയറ്റിൽ നിന്ന് നല്ലോണം പോകണ്ട്, അതിന് മരുന്ന് വേണ്ടെന്ന് പറയും. നമ്മൾ സമ്മതിക്കരുത്. ഇച്ചിരി തേങ്ങ കൂടുതൽ വെച്ചാൽ മതി, മുരിങ്ങക്കായുടെ അളവ് ഇച്ചിരി കുറച്ചാൽ മതി. ഇച്ചിരി കൂടിപ്പോയിട്ടാ, മുരിങ്ങക്കായ കൂടിപ്പോയിട്ടാ, അത്രേ എടുത്തുള്ളൂ. പിന്നെന്തിനാ ഇരിയണേ? ഏത് മുരിങ്ങക്കായ എടുത്ത്? കടയിൽ നിന്ന് വാങ്ങിയത്. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കിളുന്ന് നോക്കി മേടിച്ചോ. മൂത്തതിന് രൂക്ഷത കൂടുതലായിരിക്കും, കുരു ഉണ്ടാവും, നല്ല ശക്തമായ കുരു ഉണ്ടാവും. അരഞ്ഞു ചേരുന്നത് എടുക്കണം കേട്ടാ. കിളുന്ന് നോക്കി എടുത്ത് അത്രയും വരില്ല. ഇതിനകത്ത് എരിവിന് എന്താ വെക്കണ്ടേ? പച്ച കുരുമുളക് വെച്ചാലുള്ള അഡ്വാൻറ്റേജ് എന്താ? വിറ്റാമിൻ സി കിട്ടും. മാങ്ങയിൽ വിറ്റാമിൻ സി ഉണ്ട്. പച്ചക്കുരുമുളക് ഉണ്ടാകാൻ എന്താ വഴി? എന്നും കായുള്ള പച്ചക്കുരുമുളക് ഉണ്ടെന്ന്. കുറ്റിക്കുരുമുളക് ഒരു ചട്ടി. കുറ്റിക്കുരുമുളക് ഒരു ചട്ടിയിലുണ്ടെങ്കിൽ ഒരു വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള മുളക്, എരിവ് വീടിന്റെ വാതുക്കെ വരും. എന്നും കുരുമുളക് ഉണ്ടായിരിക്കും അതിന്, കുറ്റിക്കുരുമുളകിന്. അതായത് നമ്മളിത് വേറെ ഓടി നടക്കേണ്ട കാര്യമില്ല, മേടിച്ച് ഉണക്കി വെക്കേണ്ട കാര്യമില്ല. ഡെയിലി കിട്ടും. നല്ല കുരുമുളകാണ്, നല്ല എരിവാണ്, സ്വാദുള്ള എരിവാണ്, വിറ്റാമിൻ സി ഉള്ള എരിവാണ്. ഇപ്പൊ വിറ്റാമിൻ സി ഉള്ള എരിവ്, വിറ്റാമിൻ സി ഉള്ള മധുരം, അങ്ങനെയാണ് പോണേ. മനസ്സിലല്ലോ? പേരക്ക വിറ്റാമിൻ സി, മധുര വിറ്റാമിൻ സി, എരിവ് വിറ്റാമിൻ സി, പുളി വിറ്റാമിൻ സി ഉള്ള പുളി, മാങ്ങ. മനസ്സിലായില്ലേ? ഇങ്ങനെ വേണം എപ്പോഴും നമ്മൾ പോകാനായിട്ട്. അപ്പം നമുക്ക് കറക്ഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പം ഇതായി വയറ്റിൽ നിന്ന് പോകാനുള്ള നടപടി ഇതെടുക്കാം. വിയർപ്പിക്കണം. വിയർക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും വിയർപ്പിക്കണം. മലം പോകുന്നുണ്ടെന്ന് പറഞ്ഞാലും മലം കളയാനുള്ള നടപടി എടുക്കണം, വിയർപ്പിക്കണം. പിന്നെ ഏതാ? എക്സർസൈസ് ചെയ്യിക്കണം. ഏതാ? ഒഴിക്കണം. അത് വേറെ. ആദ്യം അല്ല, അത് വേറെയാണ്. ആദ്യം ശരീരം സ്വാഭാവികമായി പുറന്തള്ളുന്ന 4 വഴികൾ അത് കറക്റ്റ് ചെയ്യണം. ഏതൊക്കെയാ അത്? മലബന്ധം, വിയർപ്പിക്കല്, എക്സർസൈസ്. അപ്പൊ എക്സർസൈസിൽ അതിനെ ഒന്നുകൂടി പവർഫുൾ ആക്കുന്ന ഒരു സാധനം കൂടി കൊടുക്കണം.
മത്തങ്ങ സലാഡ്. മത്തങ്ങ സലാഡ് ലങ്സ് ക്ലീൻ ചെയ്യാനുള്ളതാണ്. മത്തങ്ങയുടെ സലാഡ് ലങ്സ് ക്ലീൻ ചെയ്യണം. അപ്പോൾ മത്തങ്ങ സലാഡ് കഴിച്ചുകൊണ്ട് എക്സർസൈസും കൂടി വരുമ്പോഴത്തേക്ക് കൂടുതൽ മാലിന്യങ്ങൾ വെളിയിൽ കളയും. കുരു എന്തിനുള്ളതാണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം വിതരണം ചെയ്യാനുള്ളതാണ്, സീഡ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളതാണ്. അതെടുത്ത് തിന്നാൽ, ഒരു കുരു തിന്നാൽ ആ കുരു എന്തായിരിക്കും നമ്മുടെ ശരീരത്തിനുള്ളിൽ ചെയ്യുക? നിനക്ക് കുഴിച്ചിടാൻ തന്നിട്ട് നീ അത് തിന്നാ എന്ന് ചോദിക്കല്ലേ? കുഴിച്ചിടാൻ തിന്ന് കളഞ്ഞില്ലേ? അപ്പൊ അതിന് ചെറിയൊരു ടോക്സിൻ അവർ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. കാരണം ഒരു കുരുവിന് ഒരു ജീവനുണ്ട്. അവരൊരു ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും. സ്വാഭാവികമായി അവരതിനെ എതിർക്കും. നിങ്ങൾ നിരന്തരം തിന്നാതിരിക്കാൻ അവരതിനെ എതിർക്കും. അരി എന്താ സംഭവിച്ചേ? ആണ് കുഴപ്പമില്ല, ഗ്രബ്സിന് വരും. ആ ടോക്സിൻ ഉണ്ടാക്കും, മനസ്സിലല്ലേ? ഉണ്ടാക്കില്ലെന്നല്ല പറയണേ. പക്ഷേ ഒരു തെറാപ്യൂട്ടിക് സിറ്റുവേഷനിലാണ് നമ്മളിത് ചെയ്യുന്നത്. പിടികിട്ടില്ലേ? നിരന്തരം ഇപ്പൊ ജ്യൂസ് അടിച്ച് കഴിക്കണ പോലെ അല്ല. അതൊരു മരുന്നായിട്ടാണ് നമ്മൾ കണക്കാക്കി കൊടുക്കുന്നത്. അതുകൊണ്ടല്ലേ അത് സിന്തറ്റിക് ആയിട്ട് നമ്മൾ വിറ്റാമിൻ സി എടുത്തത്. സിന്തറ്റിക് ആണല്ലോ. ജൈവം പറയുന്ന ആൾ എന്തിനാണ് സിന്തറ്റിക് എടുത്തെന്ന് ചോദിച്ചാൽ മറുപടി ഇല്ല. പക്ഷേ നമ്മുടെ മനുഷ്യരുടെ കണ്ടീഷൻ അതാണ്. അതായതുകൊണ്ട് നമ്മൾ കമ്പല് ചെയ്യപ്പെടുകയാണ്. എന്നാലും ഒഴിവാക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ചെയ്യാമല്ലോ. മത്തങ്ങയുടെ കുരു എടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു കുഴി കുഴിച്ച് അതിനകത്ത് കുറേ ചപ്പ് ചവറ്, ഒരു കൊട്ട ചാണകവും ഇട്ടിട്ട് ഈ വിത്ത് കൊണ്ടേ അതിനകത്ത് എറിഞ്ഞേര്. അതിന് 10 മത്തങ്ങ വേറെ കിട്ടും. ഇടാം. അല്ല, നമ്മളിപ്പോൾ പറഞ്ഞ എന്തിനാ മത്തങ്ങ? എന്തിനാണ് മത്തങ്ങ? ശ്വാസകോശം, ലങ്സ് ക്ലീനിങ് ആണ്. അത് ശരീരം ശുദ്ധീകരിക്കുകയാണ്. അടുത്തത് വയറിളക്കണം. വയറിളക്കി വയറിളക്കുക. ബാലസുധ 4 തുള്ളിയെ തുടങ്ങിക്കണം. 4 തുള്ളി വയറിളക്കം. 4 തുള്ളി. അര ഗ്ലാസ് കട്ടൻ ചായയിൽ പച്ചവെള്ളത്തിൽ കുടിച്ചാൽ പറയും ചൂടുവെള്ളത്തിൽ കുടിച്ചോളാൻ പറയും. ചൂടുവെള്ളത്തിൽ കുടിച്ചാലും മതി. 4 തുള്ളി ഒരു അര ഗ്ലാസ് ചൂടുവെള്ളത്തിലോ കട്ടൻ ചായയിലോ കട്ടൻ കാപ്പിയിലോ കുടിച്ച് പിറ്റേ ദിവസം വയറിളകും. ORS കിടക്കാൻ നേരത്ത് കഴിക്കുക. ORS കരുതണം, അത് കമ്പൽസറി. ഇനി ORS കരുതി. ഇന്നിപ്പോൾ ഒരു സ്ത്രീ ഇവിടെ ഞാൻ വന്നപ്പോൾ വിളിച്ചിരിക്കുന്നു. ഇവിടെ 6 വയസ്സുള്ള കൊച്ച് ആശുപത്രിയിലാണ്. ഏതോ കടയിൽ പോയി ഇറച്ചി കഴിച്ചു. അത് ഇതായി, ഫുഡ് പോയിസണായി ആശുപത്രി കിടക്കുകയാണ്. ഛർദിക്കലും വയറിളക്കം നിൽക്കണില്ല. ട്രിപ്പ് കൊടുത്തോണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അവർ പേടിച്ചിരിക്കുകയാണ്. അപ്പം എന്താ ചെയ്യേണ്ടത്? വയറിളക്കവും ഛർദിലും ഉണ്ട്, ട്രിപ്പ് കൊടുക്കാം. ORS കൊടുക്കുന്നുണ്ട്. ORS കൊടുത്താലും ഛർദിക്കും. ORS അപ്പം എങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ്. വെറുതെ കുടിപ്പിക്കരുത്. 1 സ്പൂൺ ORS കൊടുത്തു. ORS കലക്കി കൊടുത്തു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും 1 സ്പൂൺ. ഇത്തിരിത്തെ കൊടുക്കണമെങ്കിൽ ഛർദിക്കില്ല. നിങ്ങൾ ഇത്തിരി കൂടുതൽ പിടിപ്പിച്ച അത് കൂടാതെ ശരീരത്തിൻ്റെ ഊഷ്മാവിലുള്ള വെള്ളം കൊണ്ട് ശരീരം മൊത്തം വെള്ളം തുടച്ചു കൊടുക്കണം. ത്വക്ക് വലിച്ചെടുക്കും വെള്ളം. വയറിളകുകയും ഛർദിക്കുകയും ചെയ്താൽ ഡീഹൈഡ്രേഷൻ വരാതെ നോക്കിയാൽ മതി. നമ്മൾ ഛർദിച്ച് കളയുന്നുണ്ടെങ്കിൽ ശരീരത്ത് വെള്ളം പെരട്ടി കൊടുത്താൽ മതി. അപ്പം ആ മുൻകരുതൽ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും. എല്ലാവർക്കും ഇതറിയില്ല. ഇതിങ്ങനെ ചെയ്ത് നമുക്ക് വെപ്രാളപ്പെട്ട ആശുപത്രിയിലേക്ക് ഓടുകയായിരിക്കും. ആ ഓടുന്ന കൂട്ടത്തിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണിത്. ആശുപത്രിയിലേക്ക് പോകുന്ന വഴി തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. കുളിമുറിയിലേക്ക് കയറ്റി നിർത്തിയിട്ട് ഇളം ചൂട് വെള്ളം ദേഹത്ത് ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് ബോഡി അത് അബ്സോർവ് ചെയ്യും, ആവശ്യത്തിന് അബ്സോർവ് ചെയ്യും. അപ്പോൾ അതായി ORS കരുതി വയറിളക്കി. പിറ്റേ ദിവസം മുതൽ 4 ദിവസം എല്ലാവർക്കും അറിയാവുന്നതാണ്, കയ്യൂന്നി നീര് മൂക്കിലൊഴിച്ച് സൈനസ് അങ്ങ് ക്ലീൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ത്വക്ക് ക്ലീൻ ചെയ്തു, ലങ്സ് ക്ലീൻ ചെയ്തു, സൈനസ് ക്ലീൻ ചെയ്തു. ഇനി ഏതാ ക്ലീൻ ചെയ്യേണ്ടത്? കിഡ്നി ക്ലീൻ ചെയ്യണം. ലിവറും കിഡ്നിയും ക്ലീൻ ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ലിവറാണ് മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യേണ്ട ആള്.
അപ്പോൾ ലിവറ് മാലിന്യങ്ങളെ നിർവീര്യമാക്കും, കിഡ്നി അത് പുറന്തള്ളണം. ഇവർ രണ്ടുപേരും കൂടിയാണ് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ടുപേരും ലിവറിൻ്റെത് കറക്റ്റ് ചെയ്യണം, കിഡ്നിയുടേത് കറക്റ്റ് ചെയ്യണം. ലിവറിന് എന്താ കൊടുക്കണം നമ്മൾ? ഓരസിൻ്റെ ഇല, ഓരസിൻ്റെ ഇല ഇട്ടുള്ള കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ എന്തുകൂടി ഇടാം? നറുനീണ്ടി ഇടാം, പതിമുഖവും കൂടി ഇടാം. 5 ഗ്രാം ഇത് ഇടാമെങ്കിൽ രക്തം ശുദ്ധിയാക്കുന്ന കൂടി കുടിവെള്ളത്തിലൂടെ നമുക്ക് ലിവറും രക്തവും കൂടി ഒരുമിച്ച് മുരിങ്ങക്കായ ചമ്മന്തിയും രക്തം ശുദ്ധീകരിക്കും. അപ്പോൾ 2 വഴികളിലൂടെ രക്തം ശുദ്ധീകരിക്കാനുള്ള നടപടിയായി. നറുനീണ്ടി 5 ഗ്രാം, പതിമുഖം 5 ഗ്രാം, 4 പൂരശിൻ്റെ ഇല അല്ലെങ്കിൽ അതിന് തത്തുല്യമായ പൊടി, 10 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചാൽ നമുക്ക് വെള്ളം ആയി. ഇനി കിഡ്നി ശുദ്ധീകരിക്കാൻ എന്താ ചെയ്യേണ്ടത്? റാഡിഷ് നേരത്തെ പറഞ്ഞ പോലെ പച്ചടി. പിന്നെ വേറെ എന്തുകൂടി ചെയ്താൽ ഇപ്പോൾ ഒരു യൂറിനറി ഇൻഫെക്ഷൻ പോലെ ചെറുള ഇല കുക്കുംബറിനകത്ത് ചേർത്തേച്ചാൽ മതി. ഒരു 15ഓ 20ഓ ഇല കുക്കുംബറിനകത്ത് ചേർത്ത് റാഡിഷ് പച്ചടി 1 കപ്പ്. നമ്മൾ മത്തങ്ങ പച്ചടി കഴിക്കണ പോലെ തന്നെ റാഡിഷും പച്ചടി വെച്ച് കഴിക്കണം. കുത്തൽ കൂടുതലാണ്, എന്ത് ചെയ്താൽ മതി? പച്ചക്ക് തിന്നാൻ ബുദ്ധിമുട്ടാണ്. ഇച്ചിരി തൈരോ വെളിച്ചെണ്ണയും ഇച്ചിരി തേങ്ങ അരച്ചിഞ്ഞ് കൂടി ചേർക്കണേ, അത് കഴിക്കാം. റാഡിഷ്. അപ്പോൾ നമ്മൾ ശരീരം ക്ലീനാക്കി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഭക്ഷണം എങ്ങനെ കൊടുക്കണം? വേവിക്കാത്ത ഭക്ഷണം ഒരാഴ്ച കൊണ്ട് കൊടുക്കണം. ഒരാഴ്ച വേവിച്ചതൊന്നും കഴിക്കരുത്. നേരത്തെ പറഞ്ഞില്ലേ, വേവിക്കാത്തത് എന്തും കഴിച്ചോളൂ, വേവിച്ച ഒന്നും കഴിക്കാതെ ഇരുന്നോളൂ ഒരാഴ്ച. അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് ആവശ്യത്തിന് ക്വാണ്ടിറ്റി ശരീരത്തിൽ കിട്ടിയിരിക്കണം, വേവിക്കാത്തത് കിട്ടിയിരിക്കണം. ആ രീതിയിൽ അതിൻ്റെ ക്വാണ്ടിറ്റി മാനേജ് ചെയ്ത് കൊള്ളണം. ആര്? സ്പെസിഫിക്കായിട്ട് ചോദിക്കുമ്പോൾ എങ്ങനെ കൊടുക്കും? കാർബോഹൈഡ്രേറ്റ് കൊടുക്കാനായിട്ട് എന്ത് വേണം? കരിമ്പിൻ ജ്യൂസ് ഉണ്ടെങ്കിൽ കരിമ്പിൻ ജ്യൂസ് കൊടുത്താൽ വണ്ടർഫുള്ളാണ്. എന്താ കാര്യം? കരിമ്പിൻ ജ്യൂസ് ഉണ്ട്, മധുരക്കിഴങ്ങുണ്ട്, ഇതിലേതാണ് ഏറ്റവും ഐഡിയൽ? കരിമ്പിൻ ജ്യൂസ്. എന്താ കാര്യം? വാട്ടർ സോളുബിൾ കാർബോഹൈഡ്രേറ്റ് ആണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അതായിരിക്കും ശരീരത്തിന് കൂടുതൽ മറ്റുള്ള മാലിന്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാത്തത്. മാലിന്യം ക്രിയേറ്റ് ചെയ്യാൻ ഉണ്ടാവില്ല. കരിമ്പിൻ ജ്യൂസിനകത്ത് മാലിന്യം കളയാനില്ല. മധുരക്കിഴങ്ങിനകത്ത് മലത്തിലൂടെ മാലിന്യം കളയാനുണ്ട്. ഇപ്പം കരിമ്പിൻ ജ്യൂസ് ഓട്ടോ ഇമ്മ്യൂണാണ്. കരിമ്പിൻ ജ്യൂസ് ഉണ്ടായേ പറ്റൂ. ആവശ്യത്തിന് വേവിക്കാത്ത ഭക്ഷണം എത്ര നേരമൊന്നുമില്ല, എത്ര നേരം വേണമെങ്കിലും എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും കഴിക്കാം. നമ്മൾ 3 നേരം വേവിച്ച് കഴിക്കണ പോലെയുള്ള നിബന്ധനകളൊന്നുമില്ല. എത്ര വേണമെങ്കിലും തരും. മാണ്ടിയെന്ന് ലോഡ് കണക്കിന് വരുത്തി തരും. ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് മാത്രമേ ചോദിക്കുള്ളൂ. ചെയ്യാൻ തയ്യാറുണ്ട്. മാണ്ഡ്യ അതിൽ നല്ല 1-ാം തരം മധുരമുള്ള തിരുമധുരം എന്ന് പറയുന്ന ഒരു ഇനം. തിരുമധുരം അതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഈ നേരിട്ട് കുടിക്കണം. സിമ്പിൾ മെഷീനും തരും, എല്ലാ സാധനവും തരും. ചെയ്യാൻ തയ്യാറുള്ള ഇത്രയും പേര് ഒരു സെക്ടറിൽ കിട്ടിയാൽ ഏത് പറമ്പിലും പിടിക്കുന്ന സാധനം. എവിടെയും പിടിക്കും. കരിമ്പ് പാടത്തും പിടിക്കും, കരയിലും പിടിക്കും, എല്ലായിടത്തും പിടിക്കും. ഏത്? ചെതല് പഠിക്കാൻ പോണ കാര്യമാണ്. കൃഷി പഠിക്കുമ്പോൾ ചെതല് ജീവനുള്ള ഒന്നിനെയും തിന്നില്ല, ചത്തവയെ തിന്നുകയും ചെയ്യും. അത് അവരുടെ ജോലിയാണ്. ചെതല് വരുന്നതിന് കാരണം അതാണ്. ജീവനുള്ള ഒരു സാധനത്തിനെയും ചെതല് തിന്നില്ല. കരിമ്പിനെ തിന്നില്ല, മാങ്ങ തിന്നില്ല, ഒന്നും തിന്നില്ല ചെതല്. അപ്പം അത് നമ്മൾ പഠിക്കും. എന്താണ് ചെതലിൻ്റെ ധർമ്മം, എന്താണ്, അതെന്താണ് ചെയ്യണേ, അതിനെങ്ങനെ കൈകാര്യം ചെയ്യണം, അത് കൂടിക്കഴിഞ്ഞാൽ എന്താണ് വരിക, അതൊക്കെ നമ്മൾ കൃഷിയിലൂടെ പഠിക്കും. കൃഷിയും പഠിച്ചു വരുമ്പോൾ ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കും.
നിങ്ങളുടെ സയൻസ് ഒന്നായതുകൊണ്ടേ ഹെൽത്തിൻ്റെ സയൻസും കൃഷിയുടെ സയൻസും ഒന്ന് തന്നെയാണ് എടുക്കുക. അപ്പോൾ ഇതുമായിട്ട് ചേർന്ന് തന്നെ കൃഷിയും വരും.